മുല്ലപ്പൂ വിലയും കുതിച്ചുയർന്നു. രണ്ടാഴ്ചക്കിടെ 3000 രൂപയ്ക്ക് മുകളിലാണ് വിലയുയർന്നത്. നിലവിൽ കിലോയ്ക്ക് 4000 രൂപയും കടന്ന് കുതിക്കുകയാണ് വില. അങ്ങനെ അതും സംഭവിച്ചു. സ്വർണത്തെയും തോൽപ്പിച്ച് മുല്ലപ്പൂ കുതിക്കുന്നു. എല്ലാത്തിനെയും പിന്നിലാക്കിയാണ് മുല്ലപ്പൂവിന്റെ ഈ മുന്നേറ്റം. മുല്ലപ്പൂ ചൂടണമെങ്കിൽ ഇനി വലിയ വില നൽകേണ്ടി വരും. സ്വർണവിലയ്ക്കൊപ്പം മത്സരിക്കുകയാണോ മുല്ലപ്പൂ എന്നാണ് ചോദ്യം. കുതിച്ചുയർന്ന് മുല്ലപ്പൂ. രണ്ടാഴ്ചക്കിടെ 3000 രൂപയ്ക്ക് മുകളിലാണ് വില ഉയർന്നിരിക്കുന്നത്. നിലവിൽ കിലോയ്ക്ക് 4000 രൂപയും കടന്ന് കുതിക്കുകയാണെന്നാണ് വിപണിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. രണ്ടാഴ്ച മുമ്പ് ഈ മുല്ലപ്പൂവിന് 1000 രൂപയായിരുന്നത്രേ. ഇങ്ങനെ പോയാൽ ഇനി എന്ത് ചെയ്യുമെന്നാണ് മുല്ലപ്പൂ ആരാധകർ ചോദിക്കുന്നത്. വിവാഹങ്ങൾ അടുത്തു വരാറായി. മുഹൂർത്ത നാളുകളിൽ വില ഇനിയും ഉയരാനാണ് സാധ്യത. ഞായറാഴ്ച 5500 രൂപയ്ക്ക് വരെയാണ് 1 കിലോ മുല്ലപ്പൂ വിറ്റുപോയതെന്നാണ് വിപണിയിൽ നിന്നും വ്യാപാരികൾ പറയുന്നത്. സാധാരണ ദിവസങ്ങളിൽ 3500 4000 രൂപ വരെ വിലയുണ്ടെന്നും വ്യാപാരികൾ പറയുന്നുണ്ട്. വിവാഹമുള്ള ദിവസമായതിനാൽ മുല്ലപ്പൂ കിട്ടാനില്ല എന്നും ഉപഭോക്താക്കൾ പറയുന്നു. ഉണ്ടായിരുന്ന കടകിലാകട്ടെ പൊടിപൂരമായിരുന്നു. 4000 രൂപ വരെ വാങ്ങിയായിരുന്നു കച്ചവടം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് മാറി ചിന്തിച്ചു. മുല്ലപ്പൂ വാങ്ങുന്നത് ഇപ്പോൾ കല്യാണപ്പെണ്ണിന് മാത്രമായി. തമിഴ്നാട്ടിലെ കനത്ത മഴയും കേരളത്തിലെ മഞ്ഞുവീഴ്ചയുമാണ് മുല്ലപ്പൂ ഉൽപാദനത്തെ ബാധിച്ചതെന്നാണ് കർഷകർ പറയുന്നത്. തമിഴ്നാട്ടിലെ സത്യമംഗലം, കോയമ്പത്തൂർ, നരക്കോട്ട എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് മുല്ലപ്പൂ എത്തുന്നത്. പാലക്കാടും പ്രാദേശികമായി കുറ്റിമുല്ല കൃഷി ചെയ്യുന്നവർ ഉണ്ട്. കേരളത്തിൽ സാധാരണയായി ഡിസംബർ പകുതിയോടെ കാണാറുള്ള മഞ്ഞുവീഴ്ച തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണം. എന്നാൽ ഇത്തവണ നവംബർ ആദ്യവാരം തന്നെ മഞ്ഞുവീഴ്ച എത്തിയത് മുല്ലപ്പൂ ഉൽപാദനത്തെ ബാധിച്ചെന്ന് കർഷകർ ഒരുപോലെ പറയുന്നു. ചൂടുള്ള കാലാവസ്ഥയിലാണ് മുല്ലപ്പൂ തഴച്ചു വളരുക. മഞ്ഞുവീഴ്ചയിൽ പൂവ് മുട്ടിടുന്നത് കുറയുമെന്നും പറയുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ മുല്ലപ്പൂവിന് VIP വിലയാണ്. ഇനി പൊന്നും വില കൊടുത്തു തന്നെ മുല്ലപ്പൂ വാങ്ങണം. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.